നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PM ശ്രീ പദ്ധതിയെക്കുറിച്ചാണ്. ഇപ്പോൾ അത് കേരളത്തിൽ വലിയൊരു വിവാദമായിരിക്കുകയാണ്. ഈ പദ്ധതി വേണോ വേണ്ടേ എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വിവാദം ഉണ്ടാക്കിയ പല മനുഷ്യന്മാർക്കും ഈ PM ശ്രീ എന്നതിൻ്റെ ഫുൾ എന്താണെന്ന് പോലും അറിയില്ല. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, സ്കൂൾസ് റൈസിംഗ് ഇന്ത്യ SRI, ഇങ്ങനെയാണ് PR ശ്രീ എന്ന പദ്ധതിക്ക് പേര് വന്നത്. അപ്പോൾ PM ശ്രീ പദ്ധതി വന്നാൽ കേരളത്തിൽ പ്രളയം വരുമെന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കുക. കേരളത്തിൽ ചില സ്കൂളുകളിൽ ഇപ്പോൾ ഈ അധ്യാപകരൊക്കെ തന്നെ കഞ്ചാവ് MDMA കച്ചവടം നടത്തുന്നു. 3 അധ്യാപികമാരെ MDMA കുട്ടികൾക്ക് എത്തിച്ചു കൊടുത്തു എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത വാർത്ത നമ്മളൊക്കെ വായിച്ചതാണ്. ഏതായാലും അധ്യാപകർ തന്നെ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നതിലൊരു പ്രശ്നമുണ്ടല്ലോ, അത്ര ദോഷം ഈ PM ശ്രീ പദ്ധതി കൊണ്ട് കേരളത്തിനുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഒരു രഹസ്യം പറഞ്ഞുതരാം. ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ PM ഉഷ പദ്ധതി ഇതേ കേരളത്തിൽ 2024 മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏത് ഈ വിവാദം ഉണ്ടാക്കുന്നതിൻ്റെ 2 കൊല്ലം മുമ്പ് ഇതിൻ്റെ വേറെ രൂപത്തിലുള്ള പദ്ധതി ഇതേ സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിനായി 405 കോടി രൂപയുടെ കേന്ദ്ര സഹായം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാരും വിവാദമാക്കിയിട്ടില്ല. കാരണം ഇന്ന് വിവാദമാക്കുന്ന ഈ മഹാന്മാർ പലരും ഇക്കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. കേരള സർക്കാർ പോകുന്നു, കേന്ദ്രവുമായിട്ട് ഒപ്പിടുന്നു, 405 കോടി വാങ്ങി ഇവിടെ വികസനം കൊണ്ടുവരുന്നു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. 2022 ഇന്ത്യയിൽ തുടങ്ങിയ PM ശ്രീ പദ്ധതിയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ ഒപ്പുവെച്ചല്ലോ. ഒപ്പുവെച്ചു സ്കൂളുകൾ തിരഞ്ഞെടുത്താൽ 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കും. കേരളത്തിലെ സ്കൂളുകൾ ഇൻ്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ PM ശ്രീ പദ്ധതി അംഗീകരിച്ചാൽ ഹിന്ദി പഠിപ്പിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് നമ്മുടെ തമിഴ്നാട് ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. കേരളം പോലെ പേടിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അതായത് PM ശ്രീ പദ്ധതിയിൽ യഥാർത്ഥത്തിൽ ഹിന്ദി പഠിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷേ അവർക്കൊരു പേടി. കാരണം വർഷം 1500 കോടിയൊക്കെ വാങ്ങിച്ചാൽ ചിലപ്പോൾ അവർ ഹിന്ദി പഠിപ്പിച്ചാലേ പൈസ തരൂ എന്ന് പറഞ്ഞാൽ ഹിന്ദി പഠിക്കേണ്ടി വരുമോ? കാരണം അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചാലും കുഴപ്പമില്ല, ഹിന്ദി പഠിക്കരുത് എന്നുള്ള എന്തോ ഒരു ദേഷ്യമുണ്ട് ഹിന്ദിയോട്. അപ്പോൾ എത്ര കോടികൾ തന്നാലും തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്ന് അവരങ്ങ് ഓർപ്പിക്കുകയും കഴിഞ്ഞ സ്റ്റാലിൻ്റെ സർക്കാർ ഒരു കാരണവശാലും ഇതിൽ ഞങ്ങൾ വരില്ല എന്ന് പറയുകയും ചെയ്തു. ശരി, അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തമിഴ്നാട് ഇതിൽ വന്നിട്ടില്ല. വേറൊരു സംസ്ഥാനം എന്ന് പറയുന്നത് അന്നത്തെ ഇതിൽ പശ്ചിമ ബംഗാളായിരുന്നു, വെസ്റ്റ് ബംഗാൾ. ഇപ്പോൾ അവർ ഒപ്പുവെച്ചു കേട്ടോ. അന്ന് ഒപ്പുവെക്കാതിരിക്കാനുള്ള അവർ പറഞ്ഞ കാരണം, ഈ പദ്ധതി നടപ്പിലാക്കി വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരും BJP കൊണ്ടുപോകുമോ എന്ന ഭയമായിരുന്നു അന്നത്തെ വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഒപ്പുവെച്ചില്ല. സ്കൂളുകൾ ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും തിരക്കേടില്ല, അങ്ങനെ മോദിജി അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുക്കണ്ട എന്നവർ പറഞ്ഞു. പക്ഷേ PM ശ്രീ എന്നതിൻ്റെ അർത്ഥം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പേര് പറയുമ്പോൾ മോദിജിയെ ആളുകൾ ഓർക്കും. സ്കൂളുകൾ ഇൻ്റർനാഷണൽ നിലവാരത്തിൽ ഉയർന്ന PM എന്ന പേര് വെച്ച് അതിലൂടെ കേന്ദ്രവും BJP വികസനത്തിൻ്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റും എന്നായിരുന്നു മമതാജി അന്ന് ചിന്തിച്ചത്. പക്ഷേ ഈ കാര്യത്തിൽ എൻ്റെ ഒരു സംശയമാണ്, അങ്ങനെയെങ്കിൽ ഇവിടെ മരണപ്പെട്ട എത്രയോ മുൻമന്ത്രിമാർ, പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, ഇവരുടെയൊക്കെ പേരിൽ എത്ര പദ്ധതികൾ ഇവിടെയുണ്ട്? റോഡുകൾ, കെട്ടിടങ്ങൾ, എന്തെല്ലാം പദ്ധതികൾക്ക് പേരിട്ടിട്ടുണ്ട് ഓൾറെഡി. എന്തിന് ഒരു ബസ് ഷെഡ് ഉണ്ടാക്കിയ പോലെ MLA ഫണ്ട്, MP ഫണ്ട് എന്നും പറഞ്ഞ് പേരിടുന്നില്ലേ? ഈ PM എന്ന് പേര് കേൾക്കുമ്പോൾ മോദിജിയെ ഓർക്കുന്നത് ഇപ്പോഴല്ലേ? ഇനിയും ഭാവിയിൽ എത്രയോ പ്രധാനമന്ത്രിമാർ വരാനുണ്ട് എന്നതല്ലേ സത്യം. ഏതായാലും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ഭരണം നഷ്ടപ്പെട്ടതോടെ വെസ്റ്റ് ബംഗാൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അവർക്ക് 1500 കോടി സ്കൂൾ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു. ഇതാണ് കഥ. ലോക നിലവാരത്തിൽ സ്കൂളുകളെ എത്തിക്കുക എന്നതാണ് PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ ഇതിൻ്റെ ഗുണമുണ്ടാവും. കേരളത്തിന് ഇതിനായി 1500+ കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും. ഇതിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം, പാഠപുസ്തകം ഫ്രീ, എക്സാം ഫീസ് ഫ്രീ, അതുപോലെ ജീവനക്കാരുടെ ശമ്പള വർധന, എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകൾ ഒക്കെ ഉണ്ടാക്കുവാൻ ഈ പണം ഉപയോഗിക്കാം.
അന്ധമായ രാഷ്ട്രീയം കളിച്ച് PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തവർ യഥാർത്ഥത്തിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ കിട്ടിയ സുവർണ അവസരമാണ് ഇല്ലാതാക്കുന്നത്. പദ്ധതിയിൽ ചേരാതിരിക്കുന്ന ഈ കേരളത്തിന് ഇപ്പം തന്നെ 3000 കോടിയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറയാം, ഇവിടുത്തെ ചില മന്ത്രിമാർക്ക് സ്വന്തമായി സ്കൂളും അല്ലെ ബിനാമികളുടെ പേരിലൊക്കെ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ടാൽ പിന്നീട് ആ പ്രൈവറ്റ് സ്കൂളുകളിൽ കുട്ടികൾ പഠിച്ചില്ലെങ്കിലോ എന്ന പേടിയും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ തമിഴ്നാട്ടിൽ ഒപ്പുവെച്ചിട്ടില്ല നമ്മൾ പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഏതെല്ലാം MLA മാർക്ക് ഏതെല്ലാം മന്ത്രിമാർക്ക് പ്രൈവറ്റ് സ്കൂളുണ്ട് നോക്കിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ബിസിനസ്സാണ് പ്രൈവറ്റ് സ്കൂൾ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ മെച്ചപ്പെട്ട പ്രൈവറ്റിലേക്ക് വന്നില്ലെങ്കിൽ ഇവരെ കച്ചവടത്തെ ബാധിക്കുമെന്നതിനാലാണ് ഇതിൻ്റെ ഒരു വശം, അതായത് PM ശ്രീയിൽ ഒപ്പുവെക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ ഇടയിൽ നിൽക്കുന്നു. ശരി, രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണല്ലോ കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത്. രാജ്യത്താകെ 14,500 PM ശ്രീ വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്യുന്നത്. 47,360 കോടി രൂപയാണ് നിലവിൽ ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ പണ്ടത്തെ അക്ബറിൻ്റെ ഭരണപരിഷ്കാരം, ഹുമയൂണിൻ്റെ ഭരണപരിഷ്കാരം, ഔറംഗസീബിൻ്റെ ഭരണപരിഷ്കാരം, മുഗളന്മാരുടെ ഹീറോ ചമയൽ, അവരുടെ തള്ളുകഥകൾ ചിലപ്പോൾ അധികം ഉണ്ടാവില്ല. ഇതാണ് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എതിർക്കാനുണ്ടായ കാരണം. തമിഴ്നാട്ടിലെ പ്രശ്നം വേറെയാണ്. ഓരോ പ്രശ്നം ഹിന്ദിയാണ്. പിന്നെ പ്രൈവറ്റ് സ്കൂളുകൾ വികസിച്ചാൽ നമുക്ക് കിട്ടുമെന്നുള്ള പേടി. ബംഗാളിലെ പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ ക്രെഡിറ്റ് ഇവർ കൊണ്ടുപോകുമോ എന്നുള്ള പേടിയാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. കേരളത്തിലെ പ്രശ്നം മുഗളന്മാരെ കഥ അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചില പാർട്ടിക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ മോഡേൺ ഇന്ത്യയുടെ വികസനത്തെക്കുറിച്ച് ഈ PM ശ്രീ പദ്ധതിയിൽ പഠിപ്പിക്കും. അതായത് CBSE സിലബസാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് ഇനിയെങ്കിലും കേരളം സമ്പന്നമാകട്ടെ. ഇനിയെങ്കിലും ഓവർ രാഷ്ട്രീയം കളിക്കൽ, വോട്ട് ബാങ്ക് പ്രീണനം അവസാനിപ്പിച്ച് ബുദ്ധിപൂർവ്വം പെരുമാറുക. എത്രയും പെട്ടെന്ന് കേരളം PM ശ്രീയിൽ ഒപ്പുവെക്കുകയും കേരളത്തിന് അർഹതപ്പെട്ട 1,500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച് ഇവിടുത്തെ വികസനം നടത്തുകയും ചെയ്യുക. ഇനി അതല്ല, സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെട്ട പ്രൈവറ്റ് സ്കൂളിൽ ആളില്ലാതാവോ പേടിച്ചിട്ടും പല കാരണങ്ങളാലും പൈസ വേണ്ട എന്ന് ചിന്തിച്ചാൽ നഷ്ടം കേരളത്തിന് മാത്രമായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷം ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.